CUT 2026 എക്സാം എഴുതിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു ആശങ്ക ചിലപ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളതായിരിക്കും അല്ലേ. CUT എക്സാം ഒക്കെ ഭയങ്കര എൻട്രൻസ് എക്സാം അല്ലേ, NTA നടന്ന പരീക്ഷയല്ലേ, അതൊക്കെ എഴുതി ക്രാക്ക് ചെയ്തിട്ടൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ മാത്രം കഴിവ് എൻ്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ പ്രാപ്തനാണോ എന്നായിരിക്കും ഒരു 90% വിദ്യാർത്ഥികളുടെയും ഒരു കൺസേൺ. ഇതുകൊണ്ടാണ് പല ആളുകളും രജിസ്റ്റർ ചെയ്യാത്തതും ഇതിനെപ്പറ്റി ഇതിലേക്ക് ആരും പോകാത്തതും. ശരിക്കും ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എക്സാം എഴുതാൻ നിങ്ങൾ ആണോ അല്ലേ എന്നുള്ളത്. കൃത്യമായി നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ CUT പറ്റി നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യവും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കുണ്ടായ മാറ്റവും നിങ്ങൾ നിർബന്ധം നിങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ കൊടുക്കാനും മറക്കരുത്. ആദ്യമായി കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇപ്പോൾ ആഫ്റ്റർ +2 നിങ്ങൾ നമ്മുടെ കേരളത്തിലെ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, MG ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക്, അതായത് നിങ്ങളുടെ +2 മുഴുവൻ സബ്ജക്റ്റ് എല്ലാം കൂടി ചേർത്ത മാർക്ക് 90% അബോവ് മസ്റ്റാ. ഏറ്റവും മിനിമം 90% മേലെ ഇല്ലാതെ കേരളത്തിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ കേസാണ്. ഏറ്റവും ലാസ്റ്റ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഏറ്റവും മിനിമം 55% വേണം. ഞാൻ വിത്തൗട്ട് റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ നോർമൽ കാര്യം പറയാം കേട്ടോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ മാർക്ക് കൂടിയേ പറ്റൂ. പക്ഷേ CUT സംബന്ധിച്ചോളം നിങ്ങൾ ഓവറോൾ മാർക്കല്ല അവിടെ നോക്കുക. നിങ്ങൾ എന്ത് നോക്കുക, സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് സബ്ജക്റ്റിന്റെ മാർക്ക് മാത്രം CUT നോക്കുക. അങ്ങനെ സാർ മനസ്സിലായില്ല, പിടിച്ചോ. നിങ്ങൾ ഡിഗ്രിക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന BA എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്ന BSc കെമിസ്ട്രി ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ നോർമലി കേരളത്തിലെ എല്ലാ വിഷയവും നോക്കും. പക്ഷേ CUT എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ UG എടുക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് ആണ് വിചാരിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് പൊളിറ്റിക്കൽ സയൻസ് ആണ്, എനിക്കത് നല്ല മാർക്കുണ്ട്. പക്ഷേ ബാക്കിയൊക്കെ സബ്ജക്ട് എനിക്ക് മാർക്ക് കുറവാ, ഒരു കുഴപ്പമില്ല. ഈ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റ് മാത്രം നിങ്ങൾ പഠിച്ച് എന്ത് ചെയ്താൽ മതി, എക്സാം എഴുതിയാൽ മതി. അതിൻ്റെ മാർക്ക് മാത്രമേ ഇവിടേക്ക് നോക്കുകയുള്ളൂ. ഈ പറഞ്ഞ പൊളിറ്റിക്കൽ എക്സാമിൻ്റെ ഡൊമൈൻ സബ്ജക്റ്റ് ആ മാർക്ക് മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ നമുക്കൊന്നുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ കഴിയില്ലേ. മറ്റേ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നേക്കാൾ നന്നായി ആ സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ട് എക്സാം എഴുതാൻ നിങ്ങൾക്ക് കഴിയൂലേ? കഴിയും. ഇതാണ് ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടാണ് CUT എക്സാം നടക്കുക. സബ്ജക്ട് ഓറിയന്റഡ് പറഞ്ഞാൽ മിനിമം 3 സബ്ജക്ട്. ഒന്നാമത്തെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ ഡൊമൈൻ സബ്ജക്ട്, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ആണ് പൊളിറ്റിക്കൽ, കെമിസ്ട്രി ആണ് കെമിസ്ട്രി, അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ് എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ഇവിടെ തന്നെ വരും കേട്ടോ. ഇംഗ്ലീഷിന്റെ വേറെ തന്നെയാണ് ലാംഗ്വേജിന്, അതിന് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്യും. അപ്പോൾ എനിക്ക് പല ആളുകൾ എനിക്കൊരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ, നിങ്ങൾ സാർ ഇംഗ്ലീഷ് എടുക്കണമെങ്കിൽ, ലാംഗ്വേജ് എടുക്കണം, അറബി എടുക്കണമെങ്കിൽ, ഇംഗ്ലീഷ് എടുക്കണമെങ്കിലൊക്കെ ഏതാണ് ഞാൻ ഡൊമൈൻ സബ്ജക്ട് എടുക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ലാംഗ്വേജ് എടുക്കുന്ന ആൾക്ക് ഏതാണെന്നുള്ളത് ഉടനെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട് അല്ലേ, അത് നിങ്ങൾ നിർബന്ധം. അപ്പോൾ ഈ 3 പേപ്പർ നിർബന്ധമായി നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സബ്ജക്ട് ഓറിയന്റഡ് സബ്ജക്ട് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാം കൂടി പഠിച്ച് ആ മാർക്ക് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏതാണോ ഇഷ്ടമുള്ള സബ്ജക്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. ഒന്നാമത്തെ പ്ലസ് പോയിന്റ്. രണ്ടാമത്തെ എന്താ, NCERT +2 മാത്രമാണ് നിങ്ങളുടെ സിലബസ്. NCERTയുടെ +2 സിലബസ് ആണ് നിങ്ങളുടെ സിലബസ്. അല്ല നിങ്ങൾ +1 കാര്യങ്ങൾ പഠിക്കേ വേണ്ട. +2 ടെക്സ്റ്റ് ബുക്ക് നന്നായി അരച്ച് കലക്കി പഠിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പരിപാടി. നന്നായി പഠിക്കുക +2. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ NCERT +2 സിലബസ് വെച്ച് മാത്രം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുക നമ്മുടെ കേരളത്തിലെ ആൾക്കാർ മാത്രമായിരിക്കുമല്ലോ എഴുതുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലെ ആൾക്കാർ എഴുതുന്നുണ്ട്. അവരിന്നാണ് പലപ്പോഴും ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളെ കുട്ടികൾ പോയ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒരൊറ്റ മലയാളികൾ നമ്മളെ കുട്ടികൾ മാത്രമാണ്. അവന് പിന്നെ ഹിന്ദു കോളേജിൽ പോയി കുട്ടികൾ പൊളിറ്റിക്കൽ സയൻസിൽ ആകെ ഒരു മലയാളിയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻറ്റാണ്. അപ്പോൾ അതുപോലെ മലയാളികളുടെ എണ്ണം കുറവാണ്. കാരണം എന്താ, കാരണം കോമ്പറ്റീറ്റീവ് എക്സാമാണ്. നമുക്ക് അവിടേക്ക് എത്തണമെങ്കിൽ കൃത്യമായ ഒരു കോച്ചിങ് നമുക്ക് കൂടിയേ തീരൂ. കാരണം നമുക്ക് ഇത്രയും കാലം അറിയില്ല അതെങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക, ഞാൻ പഠിക്കുന്ന കാര്യത്തെ ഏത് രീതിയിലാണ് മാറ്റിയെടുക്കേണ്ടത്, ഞാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഓരോ കാര്യത്തെയും എങ്ങനെ ഫാക്ടറികളാക്കി മാറ്റും, അതിനൊരു സഹായം നിങ്ങൾക്ക് എപ്പോഴും ആവശ്യമാണ്. അതിനാണ് നമ്മൾ EduPoint CUT ബാച്ച് ഓൾറെഡി കുട്ടികൾ ജോയിൻ ചെയ്ത ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, കാണാം. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും നിങ്ങൾ അതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആഡ് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ നിർബന്ധമാണ്. എവിടെന്നെങ്കിലും ഒരു NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വാങ്ങുക, പഠിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിലെ ടോപ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഇത്തരം എൻട്രൻസ് എക്സാം. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ആവറേജ് സ്റ്റുഡൻറ്റും ബിലോ ആവറേജ് സ്റ്റുഡൻറ്റും, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് വെച്ച് മാത്രം പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CUT എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ CUT എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ലാംഗ്വേജും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അതിൽ നിങ്ങൾ കുറച്ചധികം ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൊമൈൻ സബ്ജക്റ്റും നിങ്ങൾ നന്നായി ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ CUT-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം. നിഹാൽ സാർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, nihal.sar.
nihal.sar എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എന്നോട് മെസ്സേജ് അയക്കാം. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞാനവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഇന്ന് പഠിക്കാം. എന്തായാലും ഇത്തവണ കേരളത്തിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ ഞങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചിരിക്കും. ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ പഠിക്കാൻ റെഡി ആയിരുന്നോ ആൻഡ് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാത്തിനും റിപ്ലൈ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.